വണ്ടിക്കൂലി പോലും നമ്മൾ ആവശ്യപ്പെടാതെ നമ്മൾ പെട്രോൾ പോലും ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം പെട്രോൾ അടിക്കും, ഞങ്ങളൊക്കെ അടിക്കാന്ന് പറഞ്ഞിട്ടും ഷാനി വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മാറ്റം സംഭവിച്ചെന്നാൽ അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും പൈസ ഇല്ലായിരുന്നു. ഇപ്പോൾ ഷാനി ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇത്രയും സാമ്പത്തികമായിട്ട് വന്നത്. ഉടനെ ഒരു വീടൊക്കെ ഒരുങ്ങും. മുംതാസിത്താടെ സാഹചര്യം എന്താണെന്ന് എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം. എന്നെ വിളിക്കുന്നതെന്ന് പറയുമ്പം ഇവർ രണ്ടുപേരും കൂടെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറയുമ്പം ഇത്താടെ ഈ ഒരു സാഹചര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. അന്നൊരു പഴയ വീടായിരുന്നു, വീടൊന്നും ഇല്ലായിരുന്നു. അന്ന് ആ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നല്ല മനസ്സുകൾ സഹായിച്ചു. ആ ഒരു നല്ല മനസ്സുകൾ സഹായിച്ചത് കൊണ്ട് തന്നെ നമുക്കിന്നൊരു വീടായി. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അറിയിക്കുകയാണ്. ഞാനന്ന് ഇവിടെ വരുമ്പോൾ ഇത്താടെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇത്ത കിടന്നിട്ടുള്ളത്. അന്ന് കുഞ്ഞു മോളുണ്ടായിരുന്നു, ഇക്ക ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരെല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. 3 മുറി, ഹാള്, സിറ്റ് ഔട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു വീട്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണും. കാരണം അന്ന് രമ്യ ചേച്ചിയാ എന്നെ വിളിച്ചു പറയുന്നത്. രമ്യ ചേച്ചിയും ഇക്കായും അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. ഞാൻ മാത്രം ആയതുകൊണ്ടല്ല, നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തായിക്ക് ഇപ്പോൾ ഒരു വീടിലേക്ക് എത്താൻ കഴിഞ്ഞത്. വന്ന വഴി ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റത്തില്ല, അല്ലേ? നല്ലവരായ പ്രേക്ഷകര് ഗൾഫിൽ കിടക്കുന്ന ഒത്തിരി ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടി. ഒരുപാട് കഷ്ടപ്പെട്ടു. ഒത്തിരി ആൾക്കാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ആൾക്കാരെല്ലാം സഹായിച്ചത്. അവർക്ക് അതുകൊണ്ട് സന്തോഷമുണ്ട്. നല്ലൊരു വീടായി. നമ്മൾ അന്ന് ഇടയ്ക്ക് വന്നിട്ട് ആ സ്ഥലം കാണുന്നതിന്റെ വിഷ്വലൊക്കെ എടുത്തായിരുന്നു. നമ്മൾ ലെവൽ ഇത് വെക്കാനുള്ള ലെവലാക്കുന്നതൊക്കെ ഇതുണ്ടായിരുന്നു.